ഈശ്വംശായിക സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ എന്നെ എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സജ്ന. ഞാൻ വരുന്നത് വടക്കേക്കര സെൻറ്റ് മേരീസ് ഇടവക ദേവാലയത്തിൽ നിന്നാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മാർച്ച് 26, 2025 ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ ആ സമയം +2 കഴിഞ്ഞ് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് എൻ്റെ ചേച്ചിയുടെ കൂടെ. ചേച്ചി നഴ്സിംഗ് ഫൈനൽ എക്സാം ഭയങ്കര ടഫായിട്ട് ഉടമ്പടി പ്രാർത്ഥിച്ച് നല്ല മാർക്കോടുകൂടെ പാസ്സായി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഞാനത്ര വലിയൊരു വിശ്വാസിയോ മാതാവിൻ്റെ വലിയൊരു വിശ്വാസിയോ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കുന്നുണ്ട് എന്ന് കേട്ടിട്ട് അങ്ങനെ ഉടമ്പടി എടുക്കാൻ വന്നതാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 3 ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. മാർച്ച് 29 എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം വെച്ച്. അതിനുശേഷം ഏപ്രിൽ 9 വെച്ച് ബാംഗ്ലൂർ വെച്ചൊരു എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ 2 എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ കാശുരൂപം ഞാൻ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെക്കും, പിന്നെ തൈലം നെറ്റിയെ തൂക്കും, അങ്ങനെ എല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. ഏപ്രിൽ 9 എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് എനിക്ക് ആദ്യം വന്നു. ഞാൻ മാതാവിനോട് എപ്പോഴും പറയുമായിരുന്നു, ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നവരെല്ലാം മാതാവിൻ്റെ ഓരോ പ്രസൻസ് കിട്ടി, അങ്ങനെ ഓരോ അടയാളങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അടയാളം തരണം, എങ്കിലും ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 9 ഞാൻ എക്സാമിന് വേണ്ടി ബാംഗ്ലൂർക്ക് പോകുന്ന അന്ന് രാത്രി മാതാവിന് എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാനും മാതാവും എൻ്റെ വീടിൻ്റെ ആ ഒരു പരിസരത്ത് നിൽക്കുന്നതായിട്ടായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്. അപ്പോൾ എനിക്ക് എന്തായാലും വിശ്വാസമായി ഞാൻ എക്സാം പാസ്സാവും, എന്താണെങ്കിലും ഞാൻ പാസ്സാവും. അപ്പോൾ 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വന്നു, ഞാൻ ആ എക്സാം പാസ്സായി. പക്ഷേ അതിന് മുമ്പ് മാർച്ച് 29 ഞാൻ എഴുതിയ എക്സാം ഞാൻ പാസ്സായില്ല. ഒന്നാമത് എനിക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അപ്പം തന്നെ എൻ്റെ വിശ്വാസം പകുതി കുറഞ്ഞു. അപ്പോൾ നേരത്തെ എക്സാം എഴുതിയത് അത് എനിക്കറിയാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ മെറിറ്റ് കൊണ്ട് ഞാൻ പാസ്സായതായിരിക്കാം എന്നൊരു തോന്നലേക്ക് അപ്പം തന്നെ ഞാൻ പോയി, എനിക്ക് വലിയ വിശ്വാസം ഇല്ലാഞ്ഞുകൊണ്ട്. പക്ഷേ എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തിനാ വിശ്വാസം ഇല്ലാതെ ജീവിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ജൂൺ പിന്നെ ഓഗസ്റ്റ് ഈ 2 മാസവും ഞാൻ 2 മൊഡ്യൂൾ എക്സാം എഴുതി. പക്ഷേ ഈ 2 ഞാൻ പാസ്സായില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി തൈലമൊക്കെ ഉപയോഗിച്ച് കാശുരൂപം കൊണ്ട് തന്നെയാണ് പോയത്. പക്ഷേ ഇത് 2 ഞാൻ പാസ്സായില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾ കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഉടമ്പടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഉടമ്പടി വർക്കൗട്ട് ആകാത്തതല്ല, വർക്കൗട്ട് ആകുന്നുണ്ട്. എൻ്റെ ആത്മീയമായ ജീവിതം ഒരുപാട് ഇമ്പ്രൂവ് ആയി. ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങളല്ല ഉടമ്പടിയിൽ നോക്കേണ്ടത്, മറിച്ച് കുർബാനയ്ക്ക് പോകാൻ 1 വർഷത്തോളം ഞാൻ കുർബാനയ്ക്ക് പോയിട്ട് പോലും ഇല്ല, എനിക്കങ്ങനെ വിശ്വാസമില്ലാത്ത കാരണം. പക്ഷേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ആത്മീയമായ ഒരുപാട് ഞാൻ വളർന്നു, എൻ്റെ വിശ്വാസക്കുറവൊക്കെ മാറി. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു, ചിലപ്പോൾ ഇതായിരിക്കില്ല എനിക്ക് പറഞ്ഞിട്ടുള്ളത്, വേറെ ആയിരിക്കാം. അങ്ങനെ ഞാൻ വേറൊരു ലെവൽ എഴുതാൻ വേണ്ടിയിട്ട് എന്തോ ആരോ എനിക്ക് തോന്നിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വിചാരിച്ചു. ഞാൻ 4 മൊഡ്യൂൾ വീണ്ടും പോയി വേറെ ലെവൽ എഴുതി നോക്കി. അന്ന് എക്സാമിൻ്റെ അന്നായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ കൂടെ എക്സാം എഴുതാൻ എൻ്റെ കൂടെ വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് വരാൻ പറ്റില്ല, അപ്പോൾ മാതാവ് എൻ്റെ കൂടെ വരണം. അങ്ങനെ ഞാൻ ആ എക്സാം എഴുതാൻ പോയി. എൻ്റെ യാത്രയിൽ ഫുള്ള് മാതാവ് കൂടെ ഉണ്ടായിരുന്നു. ആ 4 മൊഡ്യൂൾ ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു. ഫെബ്രുവരിയിലായിരുന്നു അപ്പോയിൻമെൻ്റ് എടുത്തത്. പക്ഷേ 1 മാസത്തോളം സമയമുണ്ടായിരുന്നു, പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ല. ഇൻ്റർവ്യൂ നടത്തി കോൺട്രാക്ട്സ് കിട്ടിയെങ്കിൽ മാത്രമേ അപ്പോയിൻമെൻറ്റ് പോയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് ഇടപെട്ട് എനിക്ക് ഇൻ്റർവ്യൂ നടത്തി. ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ എനിക്ക് പാസ്സായി, ഒരു കുഴപ്പമില്ലാതെ എനിക്ക് കോൺട്രാക്ട്സ് കിട്ടി, എല്ലാം ഓക്കെ ആയി. അതിനുശേഷം ബാംഗ്ലൂരായിരുന്നു അപ്പോയിൻമെൻറ്റിന് പോയി. ഞാൻ തൈലമൊക്കെ ഉപയോഗിച്ച് പിന്നെ ഉപ്പൊക്കെ അവിടെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്. ഇൻ്റർവ്യൂ നന്നായിട്ട് തന്നെ പോയി. അതുവരെ എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളായിരുന്നെങ്കിലും പിന്നീട് എൻ്റെ ജീവിതത്തിൽ കുറേ തടസ്സങ്ങളായിരുന്നു വരാൻ തുടങ്ങിയത്. തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു, പക്ഷേ 1 മാസത്തോളം കഴിഞ്ഞിട്ടും ഒരു ഇൻഫർമേഷനും ഇല്ല. എനിക്കാണ് അവിടെ ജർമ്മനിയിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റും ആകാറായി. എനിക്ക് അവിടെ നിന്ന് നല്ല പ്രഷറുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കിനി ഈ ടെൻഷൻ അനുഭവിക്കാൻ വയ്യ. ഒത്തിരി ഞാൻ ടെൻഷൻ അടിച്ചു, കാരണം സമയം പൊക്കോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്കിനി ടെൻഷൻ അടിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാനൊരു ഡേറ്റ് വെക്കും, ആ ഡേറ്റിന് എനിക്ക് തരണം, എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയാനുള്ളതാണ്, ആ ഡേറ്റ് തന്നെ എനിക്ക് തരണം എന്ന് ഞാൻ വെച്ച തീയതി മാർച്ച് 26 ആയിരുന്നു. മാർച്ച് 26 ഇന്നലെ രാവിലെ എനിക്ക് വിസ അടിച്ച് കിട്ടി. ഇന്നലെ ഉച്ചയായപ്പോഴത്തേക്കും വന്നു. ഞാൻ മാർച്ച് 26 വെക്കാനുള്ള കാരണം, 2025 മാർച്ച് 26 ഞാൻ ഉടമ്പടി എടുത്തത്. ഇന്നലെ കൃത്യം 1 വർഷം പൂർത്തിയായപ്പോൾ ഞാൻ വെച്ച ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടി. അതിനുശേഷം ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ കാരണം ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഭയങ്കര എമൗണ്ടാണ്, ലക്ഷങ്ങളാണ് ഒരു 1 വേ തന്നെ. അപ്പോൾ പ്രാർത്ഥിച്ച് അത് വളരെ ചെറിയൊരു എമൗണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ ജർമ്മനിക്ക് പോവാണ്.
എനിക്ക് മാതാവ് തന്നെ ചെയ്തു തന്നാണെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളും കൂടിയാണ്. എനിക്ക് കൃത്യം 7ാമത്തെ പേജിലാണ് എനിക്ക് വിസ അടിച്ചു വന്നേക്കുന്നത്. ഒരു സംശയമില്ല, ഇത്രയും നാൾ എൻ്റെ മെറിറ്റിൽ മാത്രമായിരുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ലൈഫിൽ തോൽവികൾ എന്താണെന്ന് അങ്ങനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ മെറിറ്റ് മാത്രം വിശ്വസിച്ച് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. മാതാവിൽ വിശ്വസിക്കാൻ തുടങ്ങി അന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ വിസ അടിച്ചു. ഇപ്പോൾ എനിക്ക് കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പറ്റാവുന്ന മാസങ്ങളിലൊക്കെ ഇവിടെ വരികയും പത്രം വീടുകളിലൊക്കെ കയറി പ്രാർത്ഥിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡൊക്കെ കാണും, പറ്റുമ്പോഴൊക്കെ ഷെയർ ചെയ്യും. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഒരുപാട് കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. എൻ്റെ ഫാമിലി ഒക്കെ ആയിട്ട് ഫിനാൻഷ്യലി പറ്റുന്ന പോലെയൊക്കെ ചിലരെയൊക്കെ സഹായിക്കും. പിന്നെ പൊതിച്ചോറൊക്കെ കൊടുക്കും. പിന്നെ എൻ്റെ സിസ്റ്റർ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ആത്മീയമായ വളർച്ചയാണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. വീട്ടിൽ അമ്മ വഴക്ക് പറയും, അല്ലെങ്കിൽ ചേട്ടൻ വഴക്ക് പറയും പള്ളിയിൽ പോകാത്തതുകൊണ്ട് എന്ന് പേടിച്ച് മാത്രം പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോവും. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ കുർബാനയുടെ ദിവസമായിട്ട് ഇപ്പോൾ ആഘോഷിക്കും. അങ്ങനെ ഒരുപാട് ആത്മീയമായിട്ട് വളരാൻ പറ്റി. കുടുംബ പ്രാർത്ഥനയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വചനമാണ്. സ്വന്തം മെറിറ്റിൽ വിശ്വസിച്ചു. യെസ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ഹാവ് ദ മെറിറ്റ് എന്ന് വിശ്വസിച്ചു. പിന്നീടാണ് ഈ മകൾ ഒരു വേറെ രീതിയിൽ ഉടമ്പടി ജീവിതം നയിച്ചതിൽ പിന്നെ ഉടമ്പടി എടുത്തല്ലോ, ഞാൻ എന്തെങ്കിലും അപാകതയുണ്ടോ എൻ്റെ ആത്മീയ ജീവിതത്തിലെന്ന് പിന്നീട് ഒരു പുനഃപരിശോധന എടുത്തതിന് ശേഷം ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ തീക്ഷ്ണമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള ആഗ്രഹത്തോടെ ഈ മകൾ വീണ്ടും ആത്മീയ ജീവിതത്തിലേക്കാണ് പിന്നീട് മുൻപോട്ട് പോകുന്നത്. 4 മൊഡ്യൂൾ എഴുതിയപ്പോഴും ഫെയിലിയറും സക്സസ്സും എല്ലാം ഒന്നിച്ചൊരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. പിന്നീട് ആത്മീയ ജീവിതത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴാണ് ദൈവം ഒരു പുതിയ വഴി തുറന്നു കൊടുത്തത്, വേറൊരു ലെവലിൽ നോക്കാമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ മകൾ വേറൊരു ലെവലിലേക്കുള്ള വേറെ കാറ്റഗറിയിലേക്കുള്ള എക്സാമിന് വേണ്ടി റെഡി ആവുകയും ആ എക്സാമിന് പോകുന്ന ദിവസം എപ്പോഴും സ്വന്തം അമ്മയുടെ കൂടെയാണ് പരീക്ഷയ്ക്ക് പോകാറുള്ളത്. പക്ഷേങ്കിൽ ആ പരീക്ഷയുടെ ദിവസം അമ്മയുടെ അച്ഛൻ മരിച്ചു പോയതിന് കാരണം അതുകൊണ്ട് അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ല. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയോട് കൂടിക്കൊണ്ടാണ് ഈ മകൾ പരീക്ഷയ്ക്ക് പോയത്. 4 മൊഡ്യൂൾ കിട്ടാതിരുന്ന പ്രീവിയസ് എക്സാമിന് കിട്ടാതിരുന്ന ഈ മകൾക്ക് അന്നത്തെ ആ 4 മൊഡ്യൂളും പെട്ടെന്ന് കിട്ടുകയായിരുന്നു. അത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ആത്മീയ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം വിട്ടുകൊടുത്ത് ഈശോയ്ക്ക് അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് ആത്മീയ ജീവിതത്തിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ ഈശോയും അമ്മയും സെൻറ്ററായപ്പോഴാണ് ഈ മകളുടെ ജീവിതത്തിൽ അവർക്ക് ഇടപെടാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. അങ്ങനെയാണ് ഈ മകൾ പാസ്സായത്. പിന്നീടുള്ള വിസ അപ്പോയിൻമെൻ്റ് ആയിട്ടാണ് വിസയുടെ ഡീറ്റെയിൽസാണ് നമ്മൾ ഷെയർ ചെയ്തത്. 3 ദിവസം ബാക്കിയിരിക്കുകയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവിടെയും ഇടപെട്ട് ടൈം ഷോർട്ടനിൻ്റെ അമ്മയാണ് കോൺട്രാക്റ്റ് പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. അതും സമയ ചുരുക്കത്തിൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ആ അമ്മ കേൾക്കാതിരിക്കുമോ പ്രാർത്ഥന. പിന്നീടാണ് ഡേറ്റ് ഇട്ട് വീണ്ടും ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. അത് മാർച്ച് 25-ാം തീയതിയാണ് ഉടമ്പടി എടുത്ത ദിവസം. ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ മോൾ മാർച്ച് 26 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. മാർച്ച് 26-ന് മുമ്പ് തന്നെ ഈ മകൾക്ക് ജർമ്മനിക്കുള്ള ടിക്കറ്റ് കിട്ടുകയും വിസ 7ാമത്തെ പേജിൽ സെയിൽ ചെയ്ത് അടിച്ചു കിട്ടുകയാണ് ചെയ്തത്. 7ാമത്തെ പേജ് എന്ന് പറയുന്നത് അമ്മയുടെ ഒരു ദിവസമാണ്. ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം. അതുകൊണ്ടാണ് ഈ മകൾ പറഞ്ഞത് അമ്മയുടെ ഗിഫ്റ്റാണിത്. അമ്മ തന്ന ഒരു ഗിഫ്റ്റായിട്ട് തന്നെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് സജീന ഫ്രാൻസിസ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ നന്ദി പറഞ്ഞിട്ട് വേണം ജർമ്മനിക്ക് പോകുവാനായിട്ട്. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ഒരമ്മയാണ്. വിദൂരത്തിൽ നിന്ന് നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരമ്മയാണ്. നമ്മളെ തിരഞ്ഞെടുത്ത് ആ സ്നേഹവും അനന്തമായ സ്നേഹത്തിലേക്കാണ് ഈശോയും അമ്മയും നമ്മളെ കരം പിടിച്ച് നയിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മളിൽ നിന്ന് ആവശ്യമുള്ളത് വിശ്വാസവും വിശ്വസ്തതയുമാണ്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ഈശോയുടെയും അമ്മയുടെയും അനന്തമായ സ്നേഹം നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സജീനയ്ക്കും കുടുംബത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.